ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1 നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിന് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നൽകാനുള്ളത് നമ്മൾ നോക്കണേ. നിങ്ങൾക്ക് ആണ് ഏറ്റവും കുറവ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടെല്ലാം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അധികം ഒരുപാട് ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, വളരെ സ്ട്രെയിറ്റ് ആണ് മെസ്സേജസ് എല്ലാം. ആദ്യം തന്നെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ എന്താ പറയണ്ടേ കബളിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ പറ്റിക്കാണ്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ഒരു ഭാവി ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. അതായത് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. അങ്ങനത്തെ ചിന്തകളാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങളൊരു മാസ്റ്റർ മാനിഫെസ്റ്ററാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന റിയാലിറ്റി, ഓക്കെ, പ്രൊവൈഡഡ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റാർക്കും ദോഷം വരുന്നതാവരുത്. ഓക്കെ, എപ്പോഴും അത് മനസ്സിൽ വെക്കണം. ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആ എനർജറ്റിക്കലി കണക്റ്റ് ആവുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ എനർജി, നമ്മുടെ എനർജി നമ്മൾ കണക്ട് ചെയ്യിക്കുകയാണ്, അലൈൻഡ് ആവുകയാണ്. അങ്ങനെ അതിനെ നമ്മുടെ റിയാലിറ്റിയിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ ചിലർക്കുണ്ടല്ലോ പെട്ടെന്ന് അവർ ആഗ്രഹിക്കുന്നതൊക്കെ പെട്ടെന്ന് നടക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവർക്ക് ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയാണ് അവരിലുള്ളത്. അവർ പെട്ടെന്ന് അലൈൻഡ് ആവും. അതാണ്, അവരറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണോ അതൊക്കെ എടുത്ത് അവർ പെട്ടെന്ന് തന്നെ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ എനർജിയുമായി അവർ അലൈൻഡ് ആകുന്നു. അവർക്ക് ആ കാര്യം നടക്കുന്നു. ഓക്കെ, അതേ എനർജി ഉള്ള ആളുകളാണ് നിങ്ങളും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ എന്താല്ലേ അവരെന്താ ആഗ്രഹിച്ചാൽ അവർക്ക് പെട്ടെന്ന് കിട്ടും എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലേ? അത് നിങ്ങൾക്കും ആ എനർജി ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ നിൽക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും എൻ്റെ റീഡിങ്ങിൽ പറയുന്നതാണ്, ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിലും പറയുന്നതാണ്, എൻ്റെ ചുറ്റുള്ളവരോട് ഞാൻ പറയുന്നതാണ്. എല്ലാവരുടെയും ഗുഡ് ബുക്കിൽ കയറാനല്ല നമ്മൾ ഈ ജന്മം എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ജന്മത്തിൽ നമ്മുടേതായ ചില പർപ്പസുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഓക്കെ, അത് നേടിയെടുക്കാനാണ്. ആരെയും ഉപദ്രവിച്ചുകൊണ്ട് വേണ്ട, ഓക്കെ, ആരെയും വേദനിപ്പിച്ചുകൊണ്ട് വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റണം. ഓക്കെ, എന്നാൽ അതേസമയം എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്തേണ്ട ആവശ്യവും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾക്ക് എന്താ പറയുക, നമുക്കറിയാം നമ്മളെ ചിലർ നമ്മളോടുള്ള അവരുടെ പെരുമാറ്റം, അവരുടെ വാക്കുകൾ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ എതിർത്ത് പറഞ്ഞാൽ, ഞാനിതിനെതിർത്ത് എന്തെങ്കിലും പെരുമാറിയാൽ അവർ ഞാൻ മോശമാണെന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അവർക്ക് സഹിച്ച് നിൽക്കുന്ന ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങളോടാണ് പ്രത്യേക യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളായി നിൽക്കാൻ ശ്രമിക്കണം. അതിനെ നിങ്ങൾ തുടങ്ങിയേ പറ്റുള്ളൂ. ഇനിയൊരു സമയമില്ല. ഓക്കെ, നാളെ തുടങ്ങാമെന്നല്ല, ഈ നിമിഷം തൊട്ട് തുടങ്ങണം അതിനുള്ള പരിപാടികൾ. ആദ്യം തന്നെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന വ്യക്തികൾ, അത് ചില ആളുകളുണ്ടല്ലോ, അവരുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്കൊരു രീതി എങ്ങനെ വെച്ചാൽ അവർ നെഗറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും പറയുള്ളൂ. പക്ഷെ പറയുമ്പോൾ നിങ്ങളെയും കൂടെ അതിൽ ചേർക്കും. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് വെച്ചിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ മനസ്സിലായോ, അവിടെ നമ്മളെയും നിങ്ങളെയും കൂട്ടി, നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല ലൈഫിൽ എന്തെങ്കിലും മോശം സംഭവിക്കണമെന്ന്. പക്ഷെ അവരെപ്പോൾ ചിന്തിക്കുമ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. അതിൽ നിങ്ങളെയും കൂടെ അവിടെ കൂട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഓളത്തിൽ അതന്നെ എന്ന് പറയുന്നുണ്ടാവും. അത് പാടില്ല. മനസ്സിലായോ? അത് പാടില്ല. അത് കാരണം നമ്മൾ ആ നെഗറ്റീവ് എനർജി ഒരാൾ നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ തന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കണ പോലെയാണ് നമ്മൾ അതിനോട് യെസ് പറയുമ്പോൾ, അത് ഏത് ഭാഷയിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യരുത്. അത് നിങ്ങളോട് എടുത്ത് പറയുന്നത് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഒരു എനർജിയുടെ നിങ്ങളൊരു മാസ്റ്റർ മാനിഫെസ്റ്ററാണ്. അത് എപ്പോഴും നിങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ നെഗറ്റീവിൽ ഫോക്കസ് ചെയ്ത് നോക്കൂ, നെഗറ്റീവിനോട് യെസ് പറഞ്ഞു നോക്കൂ, അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, മാസ്റ്റർ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ ഒരു തരത്തിൽ എന്താ പറയുക, ഇരുതല മൂർച്ചയുള്ള വാളെന്നൊക്കെ പറയില്ലേ, ആ തരാണ്. എന്തിലാണോ ഫോക്കസ് ചെയ്ത് അത് വരും. അപ്പോൾ നമ്മൾ വളരെ എന്താ പറയണ്ടേ, നമുക്കൊരു വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം. ഞാൻ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെയാണോ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം.
നിങ്ങളുടെ കാര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ അത്യാവശ്യമായി നിങ്ങൾ അറിയേണ്ടതാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുറത്ത് വരാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അങ്ങനത്തെ ചിന്തകൾ നിങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന ആളുകളുമായിട്ടുള്ള സംസർഗം ഒഴിവാക്കുക. അവരൊന്ന് ഒരു അകറ്റി നിർത്തിക്കോളൂ, കുഴപ്പമില്ല. അവരോട് പറഞ്ഞാൽ മതി, ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതിനിപ്പോൾ എല്ലാം വിശദമായ എന്താ പറയേണ്ട ഒരു കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വിശദീകരണങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് ആരോടും നമുക്ക് വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. അതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ നിങ്ങളായി തന്നെ നിൽക്കുക. നിങ്ങളായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ യുണീക്ക് ആവുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ചില ആളുകൾ നമ്മളായി നിൽക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തത്? അവർ നമ്മൾ ചിലപ്പോൾ കുറേ നമ്മളെക്കുറിച്ച് ദോഷം പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരായി നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അതൊരു ധൈര്യമാണ്. നമ്മളായി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ധൈര്യം വേണം. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഗുഡ് ബുക്കിലായിരിക്കില്ല അപ്പം നമ്മൾ. ഓക്കെ, നമ്മൾ പക്ഷെ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ആ ഒരു എന്താ പറയുക, ഞാനായി തന്നെ നിൽക്കില്ല എപ്പോഴും. അതിൻ്റെ ഒരു അങ്ങനെ ഒരു എന്താ പറയുക, വളരെ ബ്രേവ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കുറേ പേര് 90% അല്ലെങ്കിൽ 99% ആളുകളും സൊസൈറ്റീനെ പ്രീതിപ്പെടുത്താൻ ജീവിക്കുന്നവരാണ്. സൊസൈറ്റീനെ കൊണ്ട് നല്ലത് പറയിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. ഓഫ് കോഴ്സ് നമ്മളൊരു മൊറാലിറ്റി കീപ്പ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ എന്താ പറയേണ്ട ആ ഒരു എന്താ പറയുക, ഒരു മര്യാദ, അത് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ സന്തോഷവും നമ്മുടെ ആഗ്രഹങ്ങളും എന്താ പറയുക, നമ്മൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാവരുത് സമൂഹത്തിനെ പ്രീതിപ്പെടുത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് മുന്നെന്നാണ് എൻ്റെ ഓർമ്മ, ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെക്കുറിച്ച്. ഓക്കെ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അവരിങ്ങനെ കണ്ടെത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവർക്ക് ഒരു നേരം പോക്കാണ്. അത് അവർ പറയട്ടെ, നമ്മളതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന ഈ പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഈ കുറേ ആളുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവരായിട്ട് ഇടപഴകാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ അവരോട് ഇടപഴകിയില്ലെങ്കിൽ, അവരോട് അകലം പളിച്ചാൽ അവരെന്ത് പറയും എന്നുള്ള ഒരു ഭയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ അവരായിട്ട് ഇടപഴകുകയാണ്. പക്ഷെ അവർ ഈ കുറേ നെഗറ്റീവ് എനർജി ഇങ്ങനെ പുറന്തള്ളുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കൂടെ ഇരുന്ന് അതിനോട് ഈ പറഞ്ഞ പോലെ അതേന്നോ അല്ലാന്നോ അല്ലെങ്കിൽ യെസ് അങ്ങനെ തന്നെയെന്നൊക്കെ പറഞ്ഞ് ആ എനർജീനെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിങ്ങളൊരു മാസ്റ്റർ മാനിഫെസ്റ്റർ ആയ കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളത് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരല്ലേ, അതെന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവ് എനർജിയിലാണ്. നിങ്ങൾ അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളായി തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും ഒരുപോലെ നിൽക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? നമ്മൾ ഈ മറ്റൊരാളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളല്ലാണ്ടാണ് നിൽക്കുന്നത്. അതൊരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറും. കാരണം നമുക്കറിയാം നമ്മളായിട്ടല്ല നിൽക്കണേ എന്നുള്ളത്. ഒരു തരത്തിലുള്ള ജീവിതത്തിൽ അഭിനയിക്കണ പോലെ ത്രൂ ഔട്ട്. ഓക്കെ, അതൊരു സുഖമുള്ള കാര്യമല്ല. മാത്രമല്ല അത് ഏതെങ്കിലും ഒരു സമയത്ത് ആ മുഖംമൂടി അഴിഞ്ഞു വീഴും. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ എപ്പോഴും ആ ഒരു ഇതിലേക്ക് വരാൻ ശ്രമിക്കുക. നിങ്ങളായി തന്നെ നിൽക്കാൻ ശ്രമിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഭാവിയെ മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടല്ല നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എന്താണോ വേണം അല്ലെങ്കിൽ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ആണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത്. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത്. കഴിഞ്ഞു പോയ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അയ്യോ അത് അങ്ങനെ ഉണ്ടായതല്ലേ, ഇനി അങ്ങനെ ഉണ്ടായാലോ, ആ ഒരു ഭയത്തിൻ്റെ പുറത്തല്ല ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കേണ്ടതും അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടതും. ഓക്കെ, അതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളോടുള്ള ഗൈഡൻസ്. വളരെ സ്ട്രോങ് ഗൈഡൻസ് ആണ്. നെഗറ്റീവ് തോട്ട്സിനെ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ, ചില സാഹചര്യങ്ങളുണ്ടാവും, ചില ആളുകളുണ്ടാവും, അവരെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ തന്നെ വല്ലാത്തൊരു ലോ വൈബ്രേഷനാണ്. ഓക്കെ, നമുക്കത് കഴിഞ്ഞ് വളരെ അസ്വസ്ഥത, ഒന്നും കൂടെ ടെൻഷനൊക്കെ എന്തെങ്കിലും അതൊക്കെ ഇങ്ങനെ 100 ഇരട്ടിയായിട്ടുണ്ടാവും. ആ ലെവലിലേക്ക് അത് ഉയരുക. അങ്ങനത്തെ ആളുകളും സാഹചര്യങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങളായി തന്നെ നിൽക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എനർജി എപ്പോഴും ആ നല്ല കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഉറപ്പ് വരുത്തുക. എപ്പോഴും ഓർക്കുക, ഞാനൊരു മാസ്റ്റർ മാനിഫെസ്റ്റർ ആണ്, ഞാൻ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരും എന്ന് ഓർക്കുക. ഭയത്തോടെയല്ല, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഭാവിനെ വളരെ പോസിറ്റീവായിട്ട് കാണുക എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ അടുത്ത് ചിലപ്പോൾ ഒരു യാത്രയ്ക്കൊരു അവസരം എങ്ങാനും വരികയാണെങ്കിൽ അത് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു എനർജറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടാൻ ആരെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് യൂസ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴാണത് വേഗം സംഭവിക്കുക. അല്ലെങ്കിൽ ഇനിയും കുറേ നാളുകൾ എടുക്കും. ഓക്കെ,
അപ്പോൾ നമുക്കിനി നിങ്ങളുടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തമ്മിലിലെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് എന്താണ് യൂണിവേഴ്സ് പറയണമെന്ന് നോക്കാം. യൂണിവേഴ്സ് ആദ്യം തന്നെ എന്താ പറയണമെന്ന് അറിയാമോ? നിങ്ങൾ വല്ലാതെ പ്ലാനിങ് നടത്താതെ, വല്ലാതെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ എന്നിൽ സമർപ്പിക്കൂ. അപ്പോൾ എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഉള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫോക്കസ് ചെയ്യൂ. ഓക്കെ, കഴിഞ്ഞു പോയ കാലത്തിനെയും ഭാവിയെയും നോക്കിയിരിക്കാതെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിലേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ കിട്ടുന്ന ഒരു മെസ്സേജ് അതാണ്. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കണം. നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ചിലപ്പോൾ ഒരുപാട് മെസ്സേജസ് നിങ്ങൾക്ക് അയക്കുന്നുണ്ടാവുമേ, ഓരോ ഗൈഡൻസ് തരുന്നുണ്ടാവും, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. അതാണ് യൂണിവേഴ്സ് ഇവിടെ വന്ന് പറയുന്നത്, നിങ്ങളത് ശ്രദ്ധിക്കൂ. കഴിഞ്ഞു പോയ കാലങ്ങളെ നിങ്ങൾ അതിനോട് യാത്ര പറയേണ്ട സമയം ആയി. നിങ്ങളത് യാത്ര പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഈശ്വരൻ നിങ്ങൾക്കൊരു അവസരം തരികയാണ്, യൂണിവേഴ്സ് നിങ്ങൾക്കൊരു അവസരം തരികയാണ്. എന്തിനാണ്? നിങ്ങളെ തന്നെ യൂണിവേഴ്സിൽ സമർപ്പിക്കാനും, നിങ്ങൾ ആ ഒരു വളരെ ഗ്രൗണ്ടഡ് എനർജിയിൽ ഒരു ഓർഗനൈസ്ഡ് ലൈഫ്, ഒരു ടൈം ടേബിളൊക്കെ ഇട്ട് ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ യൂണിവേഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവസരങ്ങളിൽ നിങ്ങളായിട്ടും കണക്ട് ചെയ്യുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനും, പിന്നെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യാനും, നിങ്ങളിലുള്ള ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് അതുപോലെ ഇൻസെക്യൂരിറ്റീസിനൊക്കെ റിലീസ് ചെയ്യാനും, ഇതിനൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ സമയം തരുന്നൊരു അവസരമാണ്. ഇപ്പോൾ സമയം തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല ചില സിറ്റുവേഷൻസ്, ഇത് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു എസ്പെഷ്യലി ഞാൻ കാണുന്നു ഒരു എർത്ത് സൈൻ മെസ്കുലിനായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ അതൊരു 1 വേ അട്രാക്ഷൻ ആയിരിക്കാം, ഭയങ്കര ഇഷ്ടം തോന്നുന്ന ആ വ്യക്തിയുടെ അടുത്ത്. ഓക്കെ, ചിലപ്പോൾ ഇതൊരു 2 വേ ആയിരിക്കാം, അതായത് ഒരു റിലേഷൻഷിപ്പ്. പക്ഷേ നിങ്ങൾക്കറിയാം, ശരിയാണ്, നിങ്ങൾ അട്രാക്റ്റഡ് ആണ്, പക്ഷെ അവിടെ നിങ്ങൾക്കറിയാം അതൊരു ഹാംഫുൾ കണക്ഷനാണ്, അതായത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഈ ഒരു കണക്ഷൻ. അത് നിങ്ങൾക്ക് നല്ലോണം അറിയാം, പക്ഷെ നിങ്ങളത് അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. ഓക്കെ, നിങ്ങളത് അവസാനിപ്പിക്കാൻ തയ്യാറാവാതെ, കാരണം നിങ്ങൾക്ക് നിങ്ങൾ അട്രാക്റ്റഡ് ആണല്ലോ, ആ ഒരു ഫാക്ടറിൽ മാത്രം ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ വളരെ സ്വീറ്റായിട്ട് സംസാരിച്ച് എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യുന്ന ആളായിരിക്കും. ആ ഒരു വർത്താനത്തിലൊക്കെ അതിലേക്ക് നിങ്ങൾ എന്താ പറയുക അട്രാക്റ്റഡ് ആവണം, അതിലേക്ക് നിങ്ങൾ വല്ലാതെ അങ്ങ് ആകർഷിതരായിട്ട് നിങ്ങൾ എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾ വിട്ടു പോകുന്നില്ല. ഇപ്പം നിങ്ങൾ അവസാനിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യക്തി വളരെ മാനിപ്പുലേറ്റീവ് ആവും. അപ്പോൾ അവരിങ്ങനെ എന്താ പറയുക വളരെ ഒരു വിഷമൊക്കെ കാണിച്ച് നിങ്ങളിലൊരു കുറ്റബോധമൊക്കെ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളപ്പോൾ അത് വിട്ടു പോവാതെ നിങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ നിങ്ങളതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾക്കറിയാം അതൊരു ഇനീഷ്യൽ അട്രാക്ഷൻ മാത്രമായിരുന്നു, ഇത് ഒരു റിലേഷൻഷിപ്പ് എന്ന നിലയിലേക്ക് ഇത് പോവില്ല, കാരണം ഇതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു മര്യാദയ്ക്ക് ഒരു ഉറക്കം കിട്ടുന്നില്ല, മര്യാദയ്ക്ക് ഭയങ്കര റെസ്റ്റ്ലെസ് എനർജിയാണ്, പക്ഷേ നിങ്ങളതിൽ നിന്ന് വിട്ടു പോകണില്ല. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഞാനിപ്പോൾ അവസരം തരുന്നു, നിങ്ങളെ രണ്ടും കൽപ്പിച്ച് അത് അവസാനിച്ച് മുന്നോട്ട് പോരുക, എന്നിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോരണം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവസരം തരികയാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളിപ്പോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൊമെൻ്റ് ഉറപ്പാണ്. പിന്നെ യൂണിവേഴ്സ് നേരിട്ട് ഇടപെട്ട് ആ ഏത് എനർജിയാണോ നിങ്ങൾക്ക് നല്ലതല്ലാത്തത്, ഏതാണോ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു നെഗറ്റീവ് എനർജി കൂടുതൽ കൊണ്ടുവരുന്നത്, ഹാംഫുൾ ആയിട്ടുള്ളത്, അതിനെ യൂണിവേഴ്സ് നേരിട്ട് വന്ന് എടുത്ത് കളയുക ചെയ്യണേ. ഓക്കെ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അത് എടുത്ത് കളയുക ചെയ്യണേ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ടവർ മൊമെന്റ് ഉണ്ടാവുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയണ്ടേ ഒരു അവസാനങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ലൈഫിൽ, പ്രതീക്ഷിക്കാത്ത നേരത്താണ് കാര്യങ്ങൾ അവസാനിച്ചു പോകണേ. ചിലപ്പോൾ അതൊരു ജോലി സംബന്ധമായിട്ടായിരിക്കും. അഗെയിൻ ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങൾക്ക് അത് നല്ലതല്ല, നിങ്ങൾക്കത് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്, വളരെ നെഗറ്റീവ് എനർജി തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെ വിട്ട് കളയുന്നില്ല. നിങ്ങൾക്ക് അവസരമുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, അതിനെ വിട്ട് പോരാൻ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആ മാറ്റത്തിന് നിങ്ങൾ ഭയക്കുന്നു. അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഇനി എന്തെന്ന് ചിലപ്പോൾ അറിയാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അവിടെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല, പക്ഷെ അത് നിങ്ങൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ വിശ്വസിച്ച് മുന്നോട്ട് വന്നാൽ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, നിങ്ങൾ സേഫ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടും ഗൈഡൻസ് എല്ലാം തരാൻ യൂണിവേഴ്സ് കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ
നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളെ തന്നെ സറണ്ടർ ചെയ്യണം. നിങ്ങൾ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്യണം. ഈ പറഞ്ഞ ചോയ്സ്, നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ആ തീരുമാനം, നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ആ ഒരു അധ്യായം, അത് ഏതിലാണെങ്കിലും അത് അവസാനിപ്പിക്കണം. അതിനിപ്പോൾ നിങ്ങൾക്കൊരു അവസരമുണ്ട്, നിങ്ങൾക്കത് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു ടവർ മൊമെൻറ്റിലൂടെയാണ് അവസാനിക്കുക. അതിന് തയ്യാറായിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. ഓക്കെ, ചോയ്സ് ഈസ് യുവേഴ്സ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാണോ? ശരി, ഞാനായിട്ട് അവസാനിപ്പിച്ച് തരാം. പക്ഷെ അതൊരു ടവർ മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടത്താൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ സപ്പോർട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് യൂണിവേഴ്സ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത് നിങ്ങൾ ഒരിക്കലും റിയലൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നത് മറ്റാരുടെയെങ്കിലും സഹായം ഇല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ മറ്റാരുടെയെങ്കിലും സഹായമില്ലാതെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അതിനുള്ള സാമർത്ഥ്യമില്ല. അങ്ങനെയാണ് ഞാൻ കേൾക്കണേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും, എനിക്ക് അതിനുള്ള സാമർത്ഥ്യമില്ല. ചിലപ്പോൾ നിങ്ങളൊരു 10 പ്രാവശ്യം അതിങ്ങനെ പറയുന്നുണ്ടാവും, എനിക്ക് അതിനുള്ള സാമർത്ഥ്യം ഇല്ലാത്തതുകൊണ്ടേ എന്ന്. അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾക്ക് അതിനുള്ള സാമർത്ഥ്യം ഉണ്ട്. നിങ്ങളെ കൊണ്ട് അത് കഴിയും. നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, നമ്മളിലുള്ള കുറവുകൾ പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യും അല്ലേ. എൻ്റെ ഇതാണ് കുറവ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് അത് നോട്ട് ചെയ്യും. അതിലെങ്ങനെ ഫോക്കസ് ചെയ്യും. അതിങ്ങനെ മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കും. എന്നാൽ നമ്മളിലുള്ള സ്ട്രെങ്ത്ത്, നമ്മളിലുള്ള ഗുണങ്ങൾ നമ്മൾ നോട്ട് ചെയ്യില്ല. അത് വളരെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഭയങ്കര എളിമയാണ്, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു പറഞ്ഞോളൂ. അതെ താങ്ക് യു. അല്ലെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പറയാം, ഞാനത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് പറഞ്ഞു തന്നതിന് നന്ദി. അവിടെ ജാടയിടണം എന്നല്ല ഞാൻ പറയണേ. എനിക്കറിയാം എന്ന് അങ്ങനെ പറയണ്ട, ആറ്റിറ്റ്യൂഡ് ഇട്ടൊന്നും പറയണ്ട. അത് പറയുമ്പോൾ അതിനോട് താങ്ക്സ് പറയുക. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്. നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മളിലെ കുറവുകൾ പറയുമ്പോൾ നമ്മൾ ഓക്കെ ആവുന്നത് പോലെ തന്നെ നമ്മളിലെ ഗുണങ്ങളും പറയുമ്പോൾ നമ്മൾ അതിനോട് ഓക്കെ ആയിരിക്കണം. അവിടെ നമുക്കൊരു ജാള്യത ഫീൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യാൻ പാടില്ല. നിങ്ങളിലുള്ള കഴിവുകളെയാണ് മറ്റുള്ളവർ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതെപ്പോഴും ഓർക്കണം. നമ്മളെ പല ആളുകളായിട്ട് ഇടപഴകിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു പോയിന്റ് വരെ ഞാനും അങ്ങനെയായിരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കഴിവാണെന്ന് പറയുമ്പോൾ ഒക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോ ഒരു ചമ്മലായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം അതിലൊക്കെ എന്തോരം അവസരങ്ങൾ ഞാൻ കളഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അതെ താങ്ക് യു എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവേണ്ട സമയങ്ങളാണ് നമുക്കൊരു ചമ്മലോട് കൂടെ നമ്മൾ കടന്നു പോന്നിട്ടുള്ളത്. ആ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാമർത്ഥ്യമുണ്ട്. സാമർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങൾ പറഞ്ഞുതരാറുണ്ട്. സാമർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ പറയാറുള്ളതാണ്. സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, ഒരുപാട് സംസാരിക്കുന്നവരാണ് സ്മാർട്ട് അല്ലേ. ഭയങ്കര സ്മാർട്ടാണ് ആ കുട്ടി. ആ കുട്ടിയിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന കാര്യം എന്തായിരിക്കും? എല്ലാവരോടും ഇടിച്ചു കയറി വർത്താനം പറയുക, വളരെയധികം എവിടെയും അവർ ടോക്കറ്റീവാണ്, അവർ എക്സ്ട്രോവേർട്ടുകളാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മനുഷ്യർ പല ഗണത്തിലുള്ളതാണ്. അതിലൊന്നാണ് എക്സ്ട്രോവേർട്ട്. ഈ എക്സ്ട്രോവേർട്ട് ഗണത്തിൽ പെട്ടവർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ആളുകളെ പരിചയപ്പെട്ട് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്ന വഴി അവർക്ക് കൂടുതൽ എനർജി അവർക്ക് കിട്ടും. ഓക്കെ, അവരത് അവർക്ക് ദിവസം മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് അവർക്ക് കിട്ടുക. നേരെ മറിച്ച് വേറൊരു സെക്ഷൻ ഉണ്ട്, ഇൻട്രോവേർട്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഇടപഴകില്ല. പ്രത്യേകിച്ച് അപരിചിതരുടെ ഇടയിലാണെങ്കിൽ അവർ ഒന്നും മിണ്ടുന്നില്ല. കാരണം കൂടുതൽ ഈ അപരിചിതരുടെ ഇടയിൽ കിടന്ന് അല്ലെങ്കിൽ കുറേ ആളുകളുള്ളിടത്ത് കിടന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ തോറും അവരിങ്ങനെ എനർജി ഇല്ലാണ്ടായി വരും. കാരണം അവർക്കത് പറ്റില്ല. ഓക്കെ, അവർക്ക് എന്താ പറയണ്ടേ, അവരുടേതായ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, അവരുടെ എനർജി റീചാർജിങ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അവർ വീണ്ടും എനർജൈസ്ഡ് ആവുക. അവർ വളരെ സെലക്റ്റീവാണ് ആരോട് സംസാരിക്കണം, ആരൊക്കെ അവരുടെ ലൈഫിലേക്ക് എന്താ പറയുക അവരുടെ ഫ്രണ്ട്സായിട്ട് കണക്കാക്കണം, അവരുടെ ലൈഫിലേക്ക് ആരൊക്കെയാണ് അവർ കൊണ്ടുവരേണ്ടത്, ആ പേഴ്സണൽ സ്പേസിലേക്ക് ആരൊക്കെ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ അവർ വളരെ സെലക്റ്റീവാണ്. അവർ ഒരുപാട് സംസാരിക്കില്ല, ചിലപ്പോൾ സംസാരിക്കേ ഇല്ല, ജസ്റ്റ് ഒരു ചെറിയ കാര്യങ്ങളുണ്ടാവുള്ളൂ. അവർ നന്നായി ലിസൺ ചെയ്യും, പക്ഷെ അവരിങ്ങനെ ഒരുപാട് സംസാരിക്കില്ല. ദയവേത് നമ്മളിവിടെയുള്ളവർ, ഓക്കെ, ഈ ചന്ദ്രകണ്ഠാട്ടാറിലുള്ളവർ ഇനി മുതലെങ്കിലും ഒരുപാട് സംസാരിക്കുന്നവർ സ്മാർട്ടാണെന്നും സംസാരിക്കാത്തവർ അവർ ഒട്ടും സ്മാർട്ടല്ല, തീരെ കോൺഫിഡൻ്റ് ഇല്ല, ഇങ്ങനത്തെ ഡയലോഗുകൾ പറയരുത്. ഓക്കെ, നമുക്ക് തിരിച്ചറിയണം അവർ എക്സ്ട്രോവേർട്ടാണ്, മറ്റവർ ഇൻട്രോവേർട്ടാണ്. സ്മാർട്ട്നെസ് അതല്ല. സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ലൈഫിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ നമ്മളായിട്ട് മുന്നിട്ടിറങ്ങുന്ന അവസ്ഥ. ഓക്കെ, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ നേടിയെടുക്കുന്ന ആ ഒരു കഴിവ്, അതാണ് സ്മാർട്ട്നെസ്. ആ നേടിയെടുക്കുന്നതുണ്ടല്ലോ, അതിന് എന്തൊക്കെ ചാലഞ്ചുകൾ വന്നാലും അതൊക്കെ നേരിട്ട് അതൊക്കെ മറികടന്ന് അതിനൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്തി അവസാന ലക്ഷ്യത്തിലെത്തുന്നതാണ് സ്മാർട്ട്നെസ്. ഓക്കെ, സ്വന്തം കാര്യം പരസഹായമില്ലാതെ ചെയ്ത് എടുക്കുന്നതിലാണ് സ്മാർട്ട്നെസ്. അതാണ് സ്മാർട്ട്നെസ്. ഈ ഒരുപാട് സംസാരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ അവർക്ക് ഒരു കാര്യം അവരുടെ സ്വന്തം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആരെങ്കിലും അപ്പുറത്ത് സപ്പോർട്ട് വേണം. ഓക്കെ, ഇവനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോലെ അവർക്ക് അപ്പുറത്ത് ആരെങ്കിലും വേണം. അതുകൊണ്ട് പറ്റില്ല. അതപ്പോൾ സ്മാർട്ട്നെസ് അല്ല. സ്മാർട്ട്നെസ് അത് നമ്മുടെ നാടിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരുപാട് സംസാരിക്കുന്നവർ സ്മാർട്ട്, അല്ലാത്തൊരു സ്മാർട്ട് അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊരു തോന്നലുണ്ടാവും ഞങ്ങൾ സ്മാർട്ട് അല്ല. കാരണം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവേ, നിങ്ങൾ ഇതുപോലെ ഒരുപാട് സംസാരിക്കട്ടെ. ഈ ഇൻട്രോവേർട്ട് കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്നത് എന്തൊരു നാണം കുണിങ്ങിയാണ്, അല്ലെങ്കിൽ അധികം വർത്താനം പറയില്ല, ധൈര്യമില്ല, സാമർത്ഥ്യമില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇൻട്രോവേഴ്സിന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളുടെ എന്താ പറയണ്ടേ അഭിപ്രായങ്ങളാണ്. നമ്മൾ അവരോട് സഹതാപമാണ് വേണ്ടത്. കാരണം അവർക്ക് ആ അറിവില്ലാണ്ടായി പോയല്ലോ. അതായത് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗണത്തിലല്ല, പല കാറ്റഗറികളുണ്ട്. ഇനി ഇതിൽ രണ്ടിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ആ ഒരു എക്സ്ട്രോവേർട്ട് ടെൻഡൻസി ഉണ്ട്, ഇൻട്രോവേർട്ട് ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു മിക്സ്ചറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 കാറ്റഗറി ഉണ്ട്. ഞാൻ അതിനപ്പുറത്തെ കാറ്റഗറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രയാണ് ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. ഓക്കെ, പക്ഷേ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളെ ഞാൻ ആരെങ്കിലും അങ്ങനെ സാമർത്ഥ്യമില്ല എന്നൊക്കെ പറയണേ, നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഈ പറഞ്ഞ ഇൻട്രോവേർട്സിൻ്റെ ഞാൻ ട്രൈറ്റ്സ് പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണ്. ഓക്കെ, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുക. ചിലപ്പോൾ അവർ ജോലിയിലൊക്കെ വളരെ സ്മാർട്ടായിരിക്കും. ഓക്കെ, അവർ ജോലി ചെയ്യുന്നു. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മീഡിയ പ്രസൻസ് ഉള്ള ജോലിക്കാണെങ്കിൽ അവരതൊക്കെ നന്നായി ചെയ്യും, ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവർ ഇൻട്രോവേർട്ടാണ്. അവരിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് സംസാരിക്കുക, ഒരുപാട് ആളുകളെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ വളരെ സെലക്റ്റീവായിട്ടാണ് ആളുകളെ ആയിട്ട് കണക്ട് ചെയ്യുള്ളൂ. അവർ ഒരുപാട് സമയം അവർക്ക് പെട്ടെന്ന് ആളുകളെ ഇങ്ങനെ അവർ എന്താ പറയുക, ആദ്യം അവർ കുറേ ഒബ്സർവ് ചെയ്തിട്ടാണ് പിന്നീട് ആ ആൾ എൻ്റെ ലൈഫിൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുള്ളൂ. അതൊരു സുഹൃത്തായിട്ടാണെങ്കിൽ പോലും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പരിചയമുള്ള ഒരു അക്വൈൻറ്റൻസ് എന്ന നിലയിൽ പോലും ആൾ വേണോ വേണ്ടയോ എന്നുള്ളത് അവർ കുറച്ച് ഒബ്സർവ് ചെയ്തതിന് ശേഷം തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ട്രൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട്നെസ് ഇല്ലാത്തതല്ല, നിങ്ങൾ ധൈര്യമില്ലാത്ത ആളൊന്നുമല്ല, നിങ്ങൾ എന്താ പറയേണ്ടത് നാണം കുണിയൊന്നുമല്ല, എന്താ പറയേണ്ടത് അങ്ങനത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ സാമർത്ഥ്യം ഇല്ലാത്ത ആളൊന്നുമില്ല. നിങ്ങൾ വളരെ സാമർത്ഥ്യമുള്ള ഒരാളാണ്. നിങ്ങൾക്ക് നല്ല അസാധ്യ ധൈര്യമുള്ള ആളാണ്. നിങ്ങൾ എന്താ പറയേണ്ടത് എന്ത് കാര്യം നിങ്ങൾക്ക് നേരിടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ ഒട്ടും നാണം കുണിയൊന്നുമല്ല, നിങ്ങൾ ഇൻട്രോവേർട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് നേടിയെടുത്ത് കാണിച്ചു കൊടുക്കുക ഈ ആളുകൾക്ക്. നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യങ്ങൾ സ്വന്തം ഒറ്റയ്ക്ക് നിന്ന് നേടിയെടുത്ത് കാണിച്ചു കൊടുക്കുക. അവർ പറയട്ടെ, ഈ പറയുന്ന ആളുകൾ തന്നെ നിങ്ങൾ ഈ ലക്ഷ്യം നേടിയെടുത്ത നേരെ പ്ലേറ്റ് മാറ്റുന്നത് കാണാം. അല്ലെങ്കിൽ ആ കുട്ടിയെ നേടിയെടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. അവരത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗൈഡൻസ് കണക്റ്റായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തംബ്നെയിലിലെ 3ാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഞാൻ സാധാരണ ഇങ്ങനെ വെക്കാറില്ലേ, ഇതിങ്ങനെ വെക്കാൻ എന്താണ്ടായെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചതിന് സ്ഥിതിക്കുകയും ആദ്യത്തെ കാർഡ് തന്നെ ഇതാണ് കേട്ടോ. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഫാമിലി, ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് തോന്നുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയമാണ് ഇനി അതൊക്കെ നേടാൻ പറ്റുമോ, അതൊക്കെ ചിലപ്പോൾ ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കടമ്പകളൊക്കെ നിങ്ങൾ കടക്കുന്നത്, നിങ്ങൾ കടന്നു ചെന്നെത്തുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ കൂടുതലുള്ള ആ ഒരു സാമ്പത്തിക ഭദ്രതയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ കടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഒരുപാട് ഓരോ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. ആ പാഠങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലാണ് ഈ പറയുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുമ്പോൾ അതിനെ എന്താ പറയുക കാലാകാലങ്ങളിലേക്ക് മുന്നോട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ പൈസ ഹാൻഡിൽ ചെയ്യാനും അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യാനും അത് എന്താ പറയുക ആരും നിങ്ങളെ മിസ്യൂസ് ചെയ്യാതിരിക്കാനും ഒക്കെ ആയിട്ട്
നിങ്ങളെ സഹായിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ. അത് പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നതോടെ നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി, അത് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും വന്നിരിക്കും. നിങ്ങൾക്ക് അതിന് പൂർണ്ണ അർഹതയുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പം അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം കാണാത്തതിൽ നിങ്ങൾ എന്ത് വിചാരിക്കരുത്, നിങ്ങൾ തോന്നരുത് നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നില്ല, ഈശ്വരൻ എന്തോ നിങ്ങളോട് ദേഷ്യം ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. അതിപ്പോൾ ഡിലേഡ് ആണ്. ഡിലേ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് അതിന് പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കാനുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഏകദേശം ആ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇപ്പോഴത്തെ ഈ ഒരു വളരെ സ്ട്രഗ്ലിംഗ് പീരീഡിൽ ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾ. അതിൽ നിന്ന് വൈകാതെ നിങ്ങൾ പുറത്തു വരും. നിങ്ങൾക്ക് ലൈഫിലൊരു പുതിയ ഒരു എന്താ പറയുക അധ്യായം എന്നതിലുപരി ഒരു പുതിയ ഒരു റിയാലിറ്റിയിലേക്കാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. മിക്കതൊരു യാത്ര ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, അത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളൊരു യാത്ര, അങ്ങനെ ഒരു റീലൊക്കേഷൻ, ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ നിങ്ങളൊരു റീലൊക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവസരം വൈകാതെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യണം എന്ന് പറയുന്നു. കാരണം അതിലൂടെയാണ് ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും നിങ്ങൾ കണ്ടു തുടങ്ങാം. ഓക്കെ, ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു റിയാലിറ്റി കടക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഒരു അവസ്ഥയാണെങ്കിൽ അതിനുള്ള ഡയറക്ഷനാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ളൊരു വഴിയാണ് ഇപ്പം കിട്ടുന്ന ഈ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി. പ്രത്യേകിച്ച് റീലൊക്കേഷൻ സംബന്ധമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സമാധാനം നൽകുന്നതാണ്. ആ അവസരം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സമാധാനം കിട്ടുന്നതാണ്. നിങ്ങൾക്കത് ഓൾറെഡി അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ആ അവസരം കിട്ടുമ്പോൾ അറിയാം, ഇത് ഞാൻ ചൂസ് ചെയ്താൽ ശരിയാണ്, എനിക്ക് ലൈഫിൽ കുറച്ചും കൂടെ സമാധാനം ഉണ്ടായിരിക്കും. ഓക്കെ, അതപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനിയൊരു യാത്ര, റീലൊക്കേഷൻ ആണ് പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് അതിനോട് യെസ് പറയാം. അതിലൂടെ നിങ്ങൾക്കൊരു ആ ഒരു എങ്ങോട്ട് പോകണം എന്നറിയാത്ത അവസ്ഥയിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ദിശ ലഭിക്കുകയാണ്, ഏത് വഴിക്കാണ് നിങ്ങൾ പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, മാത്രമല്ല വൈകാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന നല്ല നല്ല വാർത്തകൾ തേടിയെത്തും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ട്രാൻസിഷൻ, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഡയറക്ഷൻ, ഏത് വഴി കൂടെ പോകണം എന്നുള്ള ആ ഒരു ഡയറക്ഷൻ വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ അത് ലഭിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ യൂണിവേഴ്സിൽ പൂർണ്ണമായും വിശ്വസിച്ച് ആ വഴി സ്വീകരിച്ച് ആ വഴിയിലൂടെ മുന്നോട്ട് പോകണം. ഓക്കെ, ഭാവി എന്താവും എന്ന് ഒരു അമിതമായി ചിന്തിച്ച് ഭാവിയെക്കുറിച്ചൊരു ക്ലാരിറ്റി എനിക്കിപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ വഴിക്ക് പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. നിങ്ങൾ ആ ഒരു ഫുൾ എനർജിയിലേക്ക് മാറി ആ ഈശ്വരൻ കാണിച്ചു തരുന്ന വഴി കൂടെ മുന്നോട്ട് പോവുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ചോയ്സ് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നതുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് ഉണ്ടാവുന്നത്, ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മേലെ നിൽക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതിലൂടെ. മാത്രമല്ല മൊത്തത്തിലെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനം നിങ്ങൾ അനുഭവിക്കും. ഓക്കെ, ജീവിതത്തിൽ വളരെയധികം ഒരു പോസിറ്റീവായിട്ടൊരു ഷിഫ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. അത് കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അത് ഉറപ്പായും സാധിക്കും. അതിന് നിങ്ങൾ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തിനാന്ന് വെച്ചാൽ അതിൽ നിന്നാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത്. ഓരോ പാഠങ്ങൾ പഠിക്കും തോറും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവും. ഓക്കെ, നിങ്ങളുടെ ഒബ്സർവേഷൻ കൂടുതൽ ഷാർപ്പ് ആവും. അത്രയും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അത് നമുക്ക് വളരെ വിജയകരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ നിങ്ങളെ എന്ത് ചെയ്യും, മിസ്യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ പൈസ നിങ്ങളിൽ നിന്ന് അറിയാണ്ട് തട്ടിയെടുക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അതൊന്നും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണ്ടേ, അത്രയും നിങ്ങളുടെ ഒരു കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിരിക്കണം. നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കണം, നിങ്ങൾ കുറച്ചും കൂടെ ധൈര്യമുള്ളവരായിരിക്കണം എന്ന് കാണുന്നു. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഒബ്സർവേഷൻ, നിങ്ങളുടെ ആ ഒരു നിരീക്ഷണം അത് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവേണ്ടതുണ്ട്. അതിനും കൂടിയാണ് നിങ്ങളിപ്പോൾ ഈ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. ഇതുവരെ ഫേസ് ചെയ്ത ചാലഞ്ചസ് അതിനായിരുന്നു. അതിന് ഓരോ ചാലഞ്ചസ് കഴിയുമ്പോൾ നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിച്ചു, നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഓക്കെ, ഇപ്പം നിങ്ങൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കണേ, ഫൈനൽ സ്റ്റേജ്. ആ ഫൈനൽ സ്റ്റേജിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരാനാണ് നിങ്ങൾക്കൊരു അവസരം നിങ്ങൾ തേടിയെത്തുന്നത്. ആ അവസരം തേടി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് യെസ് പറയാം. യൂണിവേഴ്സാണ് എനിക്ക് ഈ അവസരം കൊണ്ടുവന്നത്, ഞാൻ അത് സ്വീകരിക്കുകയാണ്. ഓക്കെ,
അതിനെ ശരിയാണ്, അതിൻ്റെ കാര്യങ്ങൾ അത് ലെജിറ്റാണോ നിയമപരമായിട്ടുള്ളതാണോ എന്താണെന്നൊക്കെ നോക്കണം, അത് വേണം. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഞാൻ ആഗ്രഹിച്ച പോലത്തെ അല്ല എന്നും പറഞ്ഞ് ഉപേക്ഷിക്കരുത്. ഓക്കെ, അത് സ്വീകരിക്കുക. അതെനിക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നതാണ്, സ്വീകരിക്കുക. അതിലൂടെ അത് നിങ്ങൾ സ്വീകരിച്ചതിൽ പിന്നീട് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിഷമം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളത് റിഗ്രറ്റ് ചെയ്യേയില്ല. മറിച്ച് നിങ്ങളത് ആ ഒരു അവസരം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങളത് റിഗ്രറ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വൈകാതെ തന്നെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എന്താ പറയുക സത്യം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങളുടെ ലൈഫിൽ, ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ട് എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്തു വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. അതിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക, അപ്പം മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ഷൻ വൈകാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വസ്ഥത ഉണ്ടാവും. നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വളരെ എന്താ പറയുക 360 ഡിഗ്രി ലെവലിലെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ്റെ നേരെ വിപരീതമായിട്ട് അത് മാറും. ഓക്കെ, ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഞാൻ കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, കുറച്ച് ചാലഞ്ചുകളുണ്ട്, കുറച്ച് എന്താ പറയുക അത്ര സുഖകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനല്ല നിങ്ങളിപ്പോൾ ഉള്ളത്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയിലേക്കാണ്, യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ്, നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യലി അത്ര ഉള്ള ഒരു ഫാമിലിയിൽ നിന്നായിരിക്കില്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ആ ഒരു ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരാം, വീട്ടുകാർക്ക് കൊണ്ടുവരാം, ആ ഒരു സാമ്പത്തിക നില ഉയർത്തുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ അങ്ങനെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള അസൂയ കൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടോ അതൊന്നും നടക്കില്ല, എന്തെന്നാ പറയണേ, അതൊന്നും അതൊക്കെ നമുക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങൾ ആശ്വസിപ്പിക്കുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള വ്യാജേന നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ചുറ്റുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ തനിയെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് എനിക്ക് എൻ്റെ ലൈഫ് ഇതിൽ നിന്ന് ഉയരണം, ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിത രീതി എനിക്കും എൻ്റെ കുടുംബത്തിനും വേണം എന്ന് നിങ്ങൾക്ക് ആ ഒരു തോട്ട് അതിങ്ങനെ ചെറുപ്പം മുതലേ നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അതിന് ആ ഒരു ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട്. ഓക്കെ, നിങ്ങളതിന് അർഹത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനായിട്ട് വർക്ക് ചെയ്യണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ചുറ്റും ചിലരുണ്ടാവും, അവരെ കംഫർട്ട് സോണിൽ നിന്ന് അവർ പുറത്ത് വരില്ല. ഓക്കെ, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നടത്താനായിട്ട് അവരൊന്നും മുന്നോട്ടും ചെയ്യില്ല. എല്ലാം അവരുടെ എന്താ പറയണ്ടേ കയ്യിൽ കൊണ്ടുകൊടുത്താൽ അത്ര സന്തോഷം, അവരായിട്ടൊരു എഫേർട്ട് എടുക്കില്ല, പക്ഷെ കയ്യിൽ കിട്ടിയാൽ അത്ര സന്തോഷം എന്ന് ഇരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ എന്താ പറയുക, നിങ്ങളിങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ അതിലൊന്നും ഇഷ്ടപ്പെടാത്തവർ, അസൂയുള്ളവരുണ്ടാവും. അപ്പോൾ അവർ നിങ്ങളെ മാക്സിമം ഡിസ്കറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാനും സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ അവരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ, അവർ പറയുന്നതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യരുത്, അതേന്നൊന്നും പറയരുത്. അവർ പറയുമ്പോൾ അതിനെ വളരെ മാന്യമായിട്ട് വേണമെങ്കിൽ ആ വർത്തമാനം കേട്ടിരുന്നുള്ളൂ, പക്ഷെ മനസ്സിൽ പറയാം ഈ എനർജി ഒന്നും ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് പിന്നെ അവരുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻസ് ഒക്കെ കുറയ്ക്കുക. നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളതൊക്കെ നേടിയെടുത്ത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ അവർ കാണും, സ്വാഭാവികമായിട്ട് അവരത് കാണും അല്ലേ, നമ്മളായിട്ട് പോയി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങനെ പറയാതിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് ഓക്കെ, അത് എല്ലാവരും പറയാതെ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞല്ലോ, നേടിയെടുക്കുമ്പോൾ എല്ലാവരും അത് അറിയുന്നതാണ്, നമ്മളായിട്ട് അറിയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വളരെയധികം ആത്മവിശ്വാസം വേണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ റെസ്റ്റ് എടുക്കണം. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്ത്, അതായത് വേണ്ട വിശ്രമം നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ അപ്പം നിങ്ങൾ ഈ വർക്ക് ചെയ്തൊക്കെ വെറുതെ ആവും. കാരണം ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാവും. നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെസ്റ്റും എടുക്കണം. അതും പറയുന്നുണ്ട്, യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യാത്ര ചെയ്യാൻ ഒരു ട്രാവൽ ആൻഡ് റീലൊക്കേഷന് നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിനിയോഗിക്കണം. അതും ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന്. ഇത് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നൽകിയ ഒരു റീഡിംഗ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് ഇനിയും കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്